എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ്. സബ്സ്ക്രൈബ് ചെയ്യ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഈവനിങ് റൊട്ടീനാണ്. ഈവനിങ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഈവനിങ്ങിൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന സ്നാക്ക് അല്ലെങ്കിൽ ഫുഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും ഒരേപോലെ കഴിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും ഒരേ ഫുഡ് എന്നും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചവ്വരിയാണ്, അതായത് സാബുധീന എന്ന് പറയും ഇതിനെ. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് ചെറിയ 6 മാസം തൊട്ടുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും, 2 വയസ്സുള്ള കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വലിയ കുട്ടികൾക്ക് കൊടുത്താലും അവർ കഴിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതിയെന്ന് മാത്രം കേട്ടോ. ഇന്ന് ഞാൻ ഇത് 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സ്നാക്കും ഒരു എക്സ്ട്രാ വേറൊന്നും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചവരി ആദ്യം നമ്മൾ ഒന്ന് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിരാനിടുക. ഒരു 1 അവർ കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഇങ്ങനെ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ആ വെള്ളം ഒന്ന് കളയുന്നുണ്ട്. ഞാൻ ഓൾറെഡി വാഷ് ചെയ്തതാണ്, എങ്കിൽ കൂടെ ഒന്നും കൂടെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കറിലോട്ട് ഇടുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പാത്രം അത് വേറെ സെപ്പറേറ്റ് തന്നെ വെക്കണം. ഏതെങ്കിലും ഒരു കുക്കർ മാറ്റി വെച്ചാലും മതിയാവും. എന്താണെന്ന് വെച്ചാൽ സ്പൈസി ആയിട്ട് അതിൽ ഉണ്ടാവാതിരിക്കാനും ഒരു സ്മെല്ല് വേറെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാനെന്നും ഈ കുക്കർ എൻ്റെ മോൾക്കും വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. മോള് കുഞ്ഞതായിരിക്കുമ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണത്. അപ്പോൾ അതന്നെയാണ് മോന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആവശ്യത്തിനുള്ള ഒരു അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വിസിൽ വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവാനിട്ടാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം അതിനേക്കാളും കുറച്ചും കൂടെ മുകളിലേക്ക് വരുന്ന പോലെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് അടി പിടിക്കും. ഇത് അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഒത്തിരി ഹൈയിൽ വെക്കേണ്ട ആവശ്യമില്ല, സിമ്മിൽ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. സിമ്മിൽ വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ വേണം. 1-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും ഫുള്ളായിട്ട് ഞാനിതിൽ ഒഴിക്കൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. അതിന് ശേഷമുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഇതിൽ 2 ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫുഡ്. അപ്പോൾ ഇത് വെന്തോന്ന് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ ഇത്തിരി ഒരു വൈറ്റായിട്ട് കാണും. അപ്പോൾ ഇതായിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഗ്ലാസ് പോലെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ദഹിക്കണം, ആരും ദഹിക്കാതെ കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ലൈറ്റായിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ കിടന്നിട്ട് ബാക്കി വേകാനുള്ളതും കൂടെ വെന്തോളും. ഇതിലിപ്പോൾ 3/4 ഭാഗത്തോളം നന്നായിട്ട് ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു അരിച്ച് വെച്ചാണ് എങ്കിൽ പോലും ഞാൻ ഒന്നും കൂടി തരി പെടണ്ടെന്ന് വിചാരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒന്നും കൂടി അരിച്ചിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിനൊക്കെ ഒഴിക്കുക. ഒത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട, ഒരുപാട് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ചെറിയ മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ അളവിൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മോന് കൊടുത്ത് ബാക്കിയുള്ളത് മോൾക്ക് ഞാൻ കൊടുക്കും, 2 വയസ്സായ മോൾക്ക്. അപ്പോൾ അതിൽ വേറെ ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇതിൽ കിടന്ന് തന്നെ ഇനി വെന്ത് വരും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഒത്തിരി ഒന്നും ആയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കാം. ഒരു 7-8 കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം ലെവലുള്ള മധുരം മതി, ഒരുപാട് മധുരം കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കുക. പനങ്കൽക്കണ്ട് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് വേണം ഇടാൻ. എന്താണെന്ന് വെച്ചാൽ അതിൽ മണ്ണൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് വെന്ത് വരും, ഏകദേശം വേകാനായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം തേങ്ങാപ്പാൽ. കുറച്ച് വലിയ കുട്ടികൾക്കാകുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾ വേഗം കഴിച്ചോളും. ചില കുട്ടികളൊന്നും ഒന്നും കഴിക്കുന്നില്ല എന്ന് കുറേ അമ്മമാർക്ക് പരാതി ഉള്ളതാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, എന്തായാലും അവർ കഴിക്കുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ചൂട് പോയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. കാരണം ഇത് നന്നായിട്ട് ചൂട് നിൽക്കുന്ന സാധനമാണ്. ഈ ബോൾസിലൊക്കെ നന്നായിട്ട് ചൂട് നിൽക്കും ഉള്ളിലൊക്കെ. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും കയ്യിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ. കെട്ടിട്ടേ മമ്മ തിന്ന പോണ na. അപ്പോൾ കണ്ടില്ലേ, മോന് ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നന്നായിട്ട് വിശപ്പ് താങ്ങും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോഴേക്കും മോള് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൾക്കുള്ളത് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അവളെ ഞാൻ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ അവളുടെ ചെയറിലിരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്കുള്ളത് കൊടുക്കുമ്പോൾ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. കാരണം കുറച്ചും കൂടെ വലിയ കുട്ടിയല്ലേ, അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമ്മളത് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കിയുള്ള നമ്മുടെ സാബുദിന ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ അതൊന്ന് തിക്കായി. അപ്പോൾ അതിലേക്ക് പച്ചയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. മോള് വലുതായതുകൊണ്ട് പച്ച തേങ്ങാപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഞാനിപ്പോൾ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതായത് കൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വാശിയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ തിക്കായത് ഈ തേങ്ങാപ്പാലും കൂടെ മിക്സായിട്ട് ഒന്ന് ലൂസായിക്കോളും. കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ നമ്മളിങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ. ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടപ്പെട്ട? സൂപ്പർ പറ. ശരിക്കും അമ്മിൻ്റെ ആരാണ്? കരളാണ്. ദീതുൻ്റെ ആരാണ്? ചക്കരയാണ്. അമ്മിൻ്റെ കരളാണ്. അമ്മിൻ്റെ കരളാണ് അമ്മിൻ്റെ. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലിൽ ഞാൻ വേറൊരു ടൈപ്പും കൂടെ ചെയ്യുന്നുണ്ട്. പഴവും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിലേക്ക് ഞാനൊരു പഴം ഇങ്ങനെ കട്ട് ചെയ്തിടുന്നുണ്ട്. കുഞ്ഞതാക്കി കട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് വേഗം കഴിക്കാൻ ഇഷ്ടപ്പെടും. ആ തേങ്ങാപ്പാലും കൂടി നന്നായിട്ട് മിക്സായിട്ടൊന്ന് കിട്ടാനും ടേസ്റ്റ് വരാനും ഇങ്ങനെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ വേറെ പീസായിട്ട് തന്നെ തോന്നും. ചോക്ലേറ്റ് ഇട്ടാ. അപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പഴം ഇട്ടു, അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. അത് ഓപ്ഷനിലാണ്, ചേർക്കണം നിർബന്ധമില്ല. കുഞ്ഞുകുട്ടികൾക്ക് പഞ്ചസാര കൊടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്താണ് കേട്ടോ. ഇനി ഇത് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. അവർ നന്നായിട്ട് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം. അപ്പോൾ ഇനി കുട്ടികളെ കഴിക്കില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഉള്ളവർക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പഴം നല്ലതാണ്, തേങ്ങാപ്പാൽ നല്ലതാണ്. അപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് എന്ന് പറയുമ്പം അതിൽ കുട്ടികളുടെ കരച്ചിലൊക്കെ പെട്ടെന്ന് മാറും. ഒരു സന്തോഷത്തിൻ്റെ ഹോർമോണൊക്കെ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. എന്ന് വെച്ചാൽ ഡെയിലി കൊടുക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ഓക്കെ, ബൈ ബൈ. എല്ലാവരും മമ്മ തിന്ന് പറയും.